ദ ജേർണലിസ്റ്റിലേക്ക് 2 മാസം വേണ്ടി വന്നു അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. ഒടുവിൽ പെന്റഗൺ ആ നിർണായകമായ തീരുമാനം ലോകത്തെ അറിയിക്കുകയാണ്. ഹൂത്തികളെ നേരിടാൻ വേണ്ടി ഒരു സംയുക്ത സേന രൂപപ്പെടാൻ പോവുകയാണ് എന്ന്. മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഒരു സംയുക്ത പ്രൊട്ടക്ഷൻ ടീമിനെ ഹൂത്തികൾക്കെതിരെ ചെങ്കടലിൽ സജ്ജമാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ പദ്ധതി. ബഹുരാഷ്ട്ര ഐക്യമുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പെന്റഗൺ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. പെന്റഗൺ അനൗൺസസ് ന്യൂ ഇന്റർനാഷണൽ മിഷൻ ടു കൗണ്ടർ അറ്റാക്സ് ഓൺ കമേഴ്സ്യൽ വെസൽസ് ഇൻ റെഡ് സീ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തലക്കെട്ട്. അതായത് ഹൂത്തികളെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ ലോകത്തുള്ള പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര കമ്പനികൾ മുഴുവൻ അവരവരുടെ രാജ്യങ്ങൾക്ക് പരാതികൾ നൽകുന്ന അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യം വന്നു. അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് ഹൂത്തികൾ ചെങ്കടലിൽ ഞങ്ങൾ ഹമാസിന് വേണ്ടി പലസ്തീനികൾക്ക് വേണ്ടി ഈ യുദ്ധത്തിന്റെ ഭാഗമാവുമെന്ന് പറഞ്ഞപ്പോൾ ആരും ഇത്രയും കരുതിയില്ല. ഇത്രയധികം ശക്തമായി അവർ തിരിച്ചടിക്കുമെന്ന് അല്ലെങ്കിൽ ഒരു ആഗോള പ്രതിസന്ധി നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കും അവരെന്ന് ആരും കരുതിയില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾ നിലപാട് കടുപ്പിച്ചതോടെ ബ്രിട്ടീഷ് പെട്രോളിയം അടക്കമുള്ള അന്താരാഷ്ട്ര ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം ഭീമമായ നഷ്ടത്തിന്റെ കണക്കും അതുപോലെ വരാൻ പോകുന്ന വൻ വിലക്കയറ്റത്തിന്റെ മുന്നറിയിപ്പുമൊക്കെ നൽകിയപ്പോൾ ഇനി നടപടിയെടുക്കാതെ രക്ഷയില്ല, എങ്ങനെയും ഹൂത്തികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചേ മതിയാകൂ എന്ന ഒരു നീക്കുപോക്കിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക വന്നു. പക്ഷെ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചെങ്കടലിലെ 16 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് ഹൂത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രം. ഈ ഭാഗം എന്ന് പറയുന്നത് യമനിൽ ഹൂത്തികളുടെ അധീനതയിലുള്ള പ്രദേശത്ത് നിന്ന് ഒരു മിസൈൽ തൊടുത്തു വിട്ടാൽ നേരെ കപ്പൽ തകർക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് നേരെ കാണാവുന്ന ആ രീതിയിലാണ് കപ്പലുകൾ പോകുന്ന ആ ദൂരം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇവിടെ ആക്രമണം സാധ്യമാക്കാൻ ഹൂത്തികൾക്ക് കഴിയും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നാവികസേനകൾ വന്ന് ഹൂത്തികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം ഉണ്ടാകും. സ്വാഭാവികമായി നമ്മളിപ്പോൾ ഗസയിൽ കണ്ടതുപോലെ കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടുന്നത് പോലുള്ള കാഴ്ചകൾ ചിലപ്പോൾ കണ്ടേക്കാം. അല്ലെങ്കിൽ സംയുക്തമായ ഒരു സൈനിക വിന്യാസത്തിലൂടെ ഹൂത്തികളെ മാരകമായി ആക്രമിക്കാൻ ഈ സംയുക്ത സൈന്യത്തിന് കഴിഞ്ഞേക്കാം. എന്തായാലും യുദ്ധം പുതിയ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗദിയോടും ബഹ്റൈനോടുമൊക്കെ അമേരിക്ക പിന്തുണ തേടിയെങ്കിലും അവരാരും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു നിലപാട് സ്വീകരിക്കുകയോ ഹൂത്തികൾക്കെതിരെ വരികയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ UK, ഫ്രാൻസ്, നോർവേ തുടങ്ങിയ ചില രാജ്യങ്ങളുടെ സൈനിക വൃന്ദങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഹൂത്തികൾക്കെതിരെ ചെങ്കടലിൽ നിലകൊള്ളാനാണ് ശ്രമം നടക്കുന്നത്. അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് മുഴുവൻ, ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്കൊക്കെ ഈ സംയുക്ത സേനയുടെ പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കുമെന്നാണ് പെന്റഗൺ പറയുന്നത്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിലായിരിക്കും ഈ മുന്നേറ്റം. ബഹ്റൈന്റെ നാവിക വിഭാഗവും ഇതിൽ ഉണ്ടാകുമെന്ന സൂചനകളുണ്ട്. എങ്ങനെയായാലും ഹൂത്തികൾക്ക് നേരെ അല്ലെങ്കിൽ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നേടാൻ ഒരു സേന, സംയുക്ത ബഹുരാഷ്ട്ര സേന രംഗത്തിറക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് തെളിയുന്നത്. ഒന്ന്, ഹൂത്തികൾ ചില്ലറക്കാരല്ല, അവരുണ്ടാക്കുന്ന ഡാമേജ് അതിഭീകരമാണ്, അവരുണ്ടാക്കുന്ന സമ്മർദ്ദം അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വളരെ വലുതാണ്. അതോടൊപ്പം ഈ ഹൂത്തികളുമായുള്ള ഒരു യുദ്ധം കൂടി ആരംഭിച്ചാൽ അത് ഈ യുദ്ധം പുതിയ തലത്തിലേക്ക് വ്യാപിക്കുന്നതിനും കാരണമാകും. യുദ്ധം ഇനിയും ഏറെക്കാലം യുദ്ധാന്തരീക്ഷം നീളുന്നതിനും കാരണമാകും. അതൊരിക്കലും സമാധാനത്തിലേക്കുള്ളതാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിനുള്ള വഴികൾ തേടിയാൽ യുദ്ധം അവസാനിക്കും. അല്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് ലോകം അല്ലെങ്കിൽ പശ്ചിമേഷ്യയെങ്കിലും കടക്കുകയും ചെയ്യും.